നമസ്കാരം. 2027 സെക്കൻഡ് ക്വാർട്ടറോട് കൂടി ഇന്ത്യയിൽ കഫേ നോംസ് 3 ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വാഹനപ്രേമികൾ അതിനെ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ കഫേ നോംസ് 3 വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിപണിയിൽ നല്ല രീതിക്ക് അക്സെപ്റ്റൻസ് ഉള്ള പല എഞ്ചിനുകളും അല്ലെങ്കിൽ പല എഞ്ചിനുകളുള്ള പല മോഡലുകളും നിർത്തലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ പടിയായിട്ട് എൻട്രീസ് ലെവൽ കാറ്റഗറിയിൽ വാഹനങ്ങൾ ഒരുപാട് വിൽക്കുന്ന മാരുതി സുസുക്കി അവരുടെ 4 സിലിണ്ടർ എഞ്ചിനുകളെ പതുക്കെ പിൻവലിച്ച് ഇപ്പോൾ അവരുടെ നിലവിലുള്ള 3 സിലിണ്ടർ സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനെ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ 1.2 ലിറ്റർ അതായത് K12N എന്ന് പറയുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ ആ ഒരു എഞ്ചിൻ ഇനി നിലനിൽക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന വളരെ നല്ല എഞ്ചിനുള്ളൊരു വാഹനം, ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ ഒന്നും പരാമർശിക്കുന്നില്ല, കാരണം അതെന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ ഇല്ലാത്ത ഒരു വാഗണാറിനെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം K12M എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഇഗ്നിസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം കൺസിഡർ ചെയ്ത പല ആളുകളും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് വാഗണാറിൻ്റെ ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ZXi പ്ലസ് ആ വേരിയൻറ്റിനൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് 1.2 K12N എന്ന് പറയുന്ന എഞ്ചിനുണ്ട്. ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിലെല്ലാം പല വാഹനങ്ങളുടെയും വില 2025 സെപ്റ്റംബർ 22 മുമ്പുള്ള വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇട്ടിട്ടുള്ളത്. അതായത് 2025 സെപ്റ്റംബർ 22 മുമ്പ് GST 2.0 റിഫോംസിന് മുമ്പുണ്ടായിരുന്ന വില അനുസരിച്ച് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരു വാഹനത്തിന് ഉണ്ട്, അല്ലെങ്കിൽ വാഗണാറിൻ്റെ ഒരു ടോപ്പ് എൻഡിന് ഒരു 8.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അന്നത്തെ വില അനുസരിച്ച് പലരും ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ അവരുടെ വാഹനങ്ങളുടെ വില നിശ്ചയിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്ന ഒരു കസ്റ്റമർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് GST 2.0 റിഫോംസിന് ശേഷമുള്ള വിലയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കണം നമ്മളൊരു വാഹനത്തിൻ്റെ യൂസ്ഡ് മാർക്കറ്റിലെ വില കണക്കാക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് കോണ്ടന്റിലേക്ക് വരാം. വാഗണാറിൽ 2 തരം എഞ്ചിനുകൾ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് 998 cc K10C എന്ന് പറയുന്ന എഞ്ചിൻ, അത് മാത്രമല്ല K12N എന്ന് പറയുന്ന എഞ്ചിൻ. ഈ K12N എന്ന് പറയുന്ന എഞ്ചിൻ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ZXi പ്ലസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2019 ഒരു ഫേസ് ലിഫ്റ്റോട് കൂടി വന്ന ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള യാതൊരുവിധ ചേഞ്ചും ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷേ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വളരെ വലിയ, അതൊരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ നമ്മൾ കാണണം. അങ്ങനെയുള്ളൊരു നെഗറ്റീവ് സൈഡ് ഈ ഒരു വാഹനത്തിനുണ്ട്. കാരണം ഇതിന് 0 ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയധികം നല്ല എഞ്ചിനുള്ളൊരു മറ്റൊരു വാഹനമില്ല. 0 മെയിൻ്റനൻസ് കോസ്റ്റ് എന്നുള്ള രീതിക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു വാഹനം വേറെയില്ല. ഈസി ടു സ്റ്റെപ്പ് ഇൻ ആൻഡ് സ്റ്റെപ്പ് ഔട്ട് എന്നുള്ള രീതിക്കുള്ള ആ ഒരു രീതിക്കുള്ള ഒരു ബോഡി ഷെൽ സ്ട്രക്ചറുള്ളൊരു വാഹനം വേറെയില്ല. അതായത് ടോൾ ബോയ് കോൺസെപ്റ്റുള്ളൊരു വാഹനം തന്നെയാണ് വാഗണാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും സേഫ്റ്റി എന്ന് പറയുന്നത് 6 എയർ ബാഗ് ആക്കി അപ്ഡേറ്റ് ചെയ്താൽ പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. കാരണം ഒരു ആക്സിഡൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ. കാരണം ഒരു ജീവൻ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും മാരുതി സുസുക്കി എന്തുകൊണ്ടാണ് സേഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാത്തത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പല ആളുകളും എൻട്രി സെഗ്മെൻറ്റ് ലെവലിലെ കാറുകൾ മാരുതി സുസുക്കിയുടെ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതാണ്. കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ വാഗണാർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സേഫ്റ്റി 0 ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം അതിൻ്റെ ഫ്രണ്ട് ബമ്പറൊക്കെ അഴിക്കുന്ന സമയത്ത്, ക്രോസ് ബമ്പറൊക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഇത്രത്തോളം വളരെ വീക്കായിട്ടുള്ളൊരു വാഹനമാണോ എന്നുള്ളത്. പക്ഷേ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷെൽ സ്ട്രക്ചർ ഉണ്ട്, നല്ല സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്, നല്ല വിസിബിലിറ്റി ഉണ്ട്. ഈ പറയുന്ന ടോപ്പ് എൻഡിലുള്ള K12N എന്ന് പറയുന്നത് വളരെ നല്ല എഞ്ചിനാണ്, ദ ബെസ്റ്റ് എഞ്ചിൻ ഇൻ ദി സെഗ്മെൻറ്റ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സേഫ്റ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു വാഹനം വാങ്ങുന്നത്. തലവേദന കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് വരില്ല. അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഒക്കെ ലഭിക്കും. പക്ഷേ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് പോകും തോറും വാഗണാറിൻ്റെ ഒരു സെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വാഗണാറിൻ്റെ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് അതിൻ്റെ CNGയും അത് മാത്രമല്ല 1 ലിറ്റർ എഞ്ചിനൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും CNG കൂടുതൽ ടാക്സി പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. 1 ലിറ്റർ എഞ്ചിൻ സാധാരണഗതിയിൽ VXI ഒക്കെയാണ് ആളുകൾ എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ AMD വരുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ലാഗ് ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AMDയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് K12N എന്ന് പറയുന്ന എഞ്ചിനുള്ള വേരിയൻറ്റ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഒരു 8 ലക്ഷം രൂപയ്ക്ക് താഴെ അതിൻ്റെ ടോപ്പ് എൻഡ് ZXi പ്ലസ് ഡ്യുവൽ ടോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുള്ള K12N എന്ന് പറയുന്ന എഞ്ചിൻ ഇനി എത്ര കാലം മാരുതി നിലനിർത്തും എന്നുള്ളതും മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഈ K10C എന്ന് പറയുന്ന എഞ്ചിൻ വെച്ചിട്ടുള്ള വാഗണാറിൻ്റെ വേരിയൻ്റ് ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിന് അപ്ഗ്രഡേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ച് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് ഇപ്പോഴും വരുന്നത്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് അല്ലാത്ത അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. കാരണം ഇൻ കേസ് വാഹനം എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുകയാണ്, നിങ്ങൾക്ക് ഡോറ് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് റിമൂവ് ചെയ്ത് ഗ്ലാസ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. അതൊരു സേഫ്റ്റി രീതിക്ക് നമുക്ക് കാണാം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ബാക്കിൽ ഡിഫോഗർ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. കാരണം 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുള്ള വാഹനത്തിൻ്റെ ബാക്കിൽ ഡിഫോഗർ ഇല്ല. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ നാട്ടിലൊക്കെ ഓടിച്ച് നടന്നാൽ മതിയല്ലോ, നമ്മൾ കാശ്മീരൊന്നും പോകുന്നില്ലല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷേ ഏത് സന്ദർഭങ്ങളിലും ഈ ഒരു വാഹനം ഓടിക്കാൻ കഴിയണം, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയണം, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി അതിനകത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ റിവേഴ്സ് ക്യാമറ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് പറയാം ഷോറൂമിൽ നിന്ന് ഒരു 5000 രൂപയ്ക്ക് ഇത് ഫിറ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷോറൂമിൽ നിന്നും 5000 രൂപയ്ക്ക് ഫിറ്റ് ചെയ്യുകയോ ഇല്ലയോ അത് മറ്റൊരു കാര്യം. പക്ഷേ ഇത്രയും വില ടോപ്പ് എൻഡിനൊക്കെ 7,60,000 രൂപയുടെ അടുത്തുണ്ട്. അതിനകത്തൊരു ക്യാമറ പോലും ഇല്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി ഷോറൂമിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് ബമ്പർ അഴിച്ചിട്ട് ബമ്പറിൻ്റെ സെൻറ്ററിൽ ഹോള് ഇട്ടിട്ട് അവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ലൈറ്റിൽ നിന്നും കട്ട് ചെയ്താണ് കണക്ഷൻ ഈ ഒരു ക്യാമറയിലേക്ക് എടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വയർ കട്ടിങ് അവിടെ നടക്കുന്നുണ്ട്. മെയിൻ വയറിലല്ല, എന്നിരുന്നാൽ പോലും ബ്രേക്ക് ലൈറ്റ് അഴിച്ചിട്ട് അതിൽ നിന്നാണ് ഇങ്ങോട്ട് കണക്ഷൻ എടുക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇത്രയും വില കൊടുത്തിട്ട് ഒരു വാഹനം വാങ്ങിച്ചിട്ട് അതിൻ്റെ വയർ കട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു രീതിക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ബ്രേക്ക് ലൈറ്റിൽ നിന്നാണ് അതിൻ്റെ സപ്ലൈ എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതിന് ഡിഫോഗർ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തൈ സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇരിക്കാനും കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ഈസിയാണ്. യാതൊരുവിധ ക്ലസ്ട്രോഫോബിക് ഫീലും ഈ ഒരു വാഹനത്തിനില്ല. നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടും. എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പം K12N എന്ന് പറയുന്ന എഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നല്ല രീതിക്ക് ഈ ഒരു വാഹനം നമുക്കൊരു ഓണർഷിപ്പ് കോസ്റ്റ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റീസെയിൽ വാല്യൂയും കിട്ടും. പ്രധാനമായിട്ടും മെയിൻ്റനൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് പോലും ഇതിൻ്റെ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളിവിടെ പറയാൻ ആഗ്രഹിച്ചത്, K12N എന്ന് പറയുന്ന എഞ്ചിൻ വാഗണാറിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ZXi ആൻഡ് ZXi പ്ലസ് എന്ന് പറയുന്ന 2 വേരിയൻറ്റിൽ ഇനി എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ Y43 എന്ന് പറയുന്ന ഇഗ്നിസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു മോഡൽ വരുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന വാഹനങ്ങളൊക്കെ Z12E എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് പെയർ ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റവുമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.